ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് 79,717 പേർ യോഗ്യത നേടി. ഫാർമസി പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത് 26,943 വിദ്യാർത്ഥികൾ. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ആദ്യഘട്ട അലോട്ട്മെന്റ് ജൂലൈ 8-ന്. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ തൊയ്ബയുടെ പ്രതിനിധികൾ, നിരോധിത ഭീകര സംഘടനാ പ്രവർത്തകർ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്ത്. ഹാഫിസ് സയ്യിദിന്റെ അനുയായികളും ചടങ്ങിൽ. പ്രതികരിക്കാതെ പാകിസ്ഥാൻ. ഭൂചലനത്തിൽ തുടർച്ചയായി വിറച്ചു വെനസ്വേല. മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. ഭീതി പടർത്തി 30-ലധികം ചെറു തുടർചലനങ്ങൾ. 50,000-ലേറെ പേരെ കാണാനില്ല. അടിയന്തര സഹായം എത്തിച്ചു നൽകി ഇന്ത്യ. ബഹ്റിന് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാൻ. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമെന്ന് ബഹ്റിൻ. അമേരിക്ക ഇറാൻ സംഘർഷം തുടരുന്നു. ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം ശക്തം. അടുത്ത വർഷം ആദ്യം ട്രംപ് ഇന്ത്യയിലേക്ക്. മുന്നൊരുക്കങ്ങൾക്കായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഉടനെത്തും. നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും പുകഴ്ത്തി അമേരിക്ക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിങ്കളാഴ്ച കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കും. പിന്തുണയിൽ LDF-ൽ തീരുമാനമായില്ല. BJPക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നില്ലെന്ന് KS ശബരിനാഥൻ. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ലെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണ. നിലപാട് നിർണായകം. നടനും സംവിധായകനുമായ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ വിടവാങ്ങുന്നത് തിരക്കഥകളുടെ രാജാവെന്നറിയപ്പെടുന്ന ചലച്ചിത്രകാരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. SITയുടെ നടപടി മറ്റന്നാൾ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെ ചോദിച്ചറിഞ്ഞത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ വിശദാംശങ്ങൾ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അർജന്റീന നാളെ ജോർദാനെതിരെ. മത്സരം രാവിലെ 7:30. ആദ്യ 11-ൽ മെസ്സി ഇറങ്ങില്ല. പോർച്ചുഗൽ കൊളംബിയ പോരാട്ടം 5 മണിക്ക്. ക്രൊയേഷ്യയ്ക്കും ഘാനയ്ക്കും ജീവൻ മരണ പോരാട്ടം. ബഹ്റിന് നേരെ ഇറാൻ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഹോർമുസിൽ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ മറുപടിയാണ് ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരായി. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. BV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, നേരത്തെയും സമാനമായി തന്നെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടി ഗൾഫിലായിരുന്നു. അതുതന്നെ ആവർത്തിക്കുകയാണോ ഇറാൻ? രഞ്ജിത്ത്, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമേഷ്യയിൽ കടുത്ത സംഘർഷം നടക്കുന്നു. ബഹ്റൈന് നേർക്കാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇതിന് അടിസ്ഥാനമായത് സമാധാന കരാർ വന്നു. അതിനുശേഷം ഹോർമൂസിൽ തന്നെ ഒമാന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാത, അതായത് ഇറാന് വലിയ ശക്തിയില്ലാത്ത തരത്തിൽ, അവർക്ക് വലിയ ആധിപത്യമില്ലാത്ത തരത്തിൽ സമാന്തരമായി ഒരു പുതിയ കപ്പൽ പാത തുറന്നു. ഇതിൽ പ്രകോപിതരായ ഇറാൻ സിംഗപ്പൂർ പതാകയുള്ള കപ്പലിനെ ആദ്യം ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ആ ആക്രമണം നടന്നത്. തുടർന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഇറാന് നേരെ ഉണ്ടാകുന്നു. അവരുടെ വ്യോമാക്രമണമാണ് ഉണ്ടായത്. ബോംബ് വർഷിക്കുന്ന നിലയുണ്ടായി. ഇറാൻ്റെ പല ഭാഗങ്ങളിൽ അമേരിക്കൻ സൈനികർ ബോംബ് വർഷിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബഹ്റൈന് നേരെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ പ്ലറ്റൂൺ, അവർക്ക് ആ കേന്ദ്രം നൽകിയിട്ടുള്ളത് ബഹ്റൈനാണ്. അവർ കേന്ദ്രീകരിക്കുന്നത് അവിടെയാണ് അമേരിക്കൻ സേനയുടെ ഈ പടയുടെ ആസ്ഥാനം. അവിടം കേന്ദ്രീകരിച്ചുള്ള ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ഒരു എണ്ണക്കപ്പൽ കൂടി ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന നിലയാണ്. ഇന്നലെ ഈ എണ്ണക്കപ്പൽ ആക്രമിച്ചതോടുകൂടി തന്നെ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഹോർമൂസിൽ തങ്ങൾക്ക് പരമാധികാരം വേണമെന്ന ഇറാൻ്റെ ആവശ്യം. എന്നാൽ മറ്റൊരു പാത, അത് ഇറാൻ്റെ തീരം വിട്ട് ഹോർമൂസിൽ തന്നെ നമുക്കറിയാം
നമുക്കറിയാം വളരെ ഇടുങ്ങിയ ഒരു കടലിടുക്കാണ്. അതിൽ തന്നെ ഇറാൻ്റെ തീരത്തേക്ക് പോകാതെ ഒമാന് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിലൂടെ ഒരു പുതിയ കപ്പലുകൾ കടന്നു പോകുന്നതിന് ഇൻ്റർനാഷണൽ മറൈൻ ഓർഗനൈസേഷൻ്റെയൊക്കെ തന്നെ സംവിധാനത്തോടു കൂടി തന്നെ ഒരു പുതിയ പാത അവിടെ നാവികരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൽ അസഹിഷ്ണുത പൂണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഒരു പരിധിവരെ ഇറാന് വേണ്ടി പല ലോകരാജ്യങ്ങളും നേരത്തെ അമേരിക്ക നടത്തുന്നത് അധിനിവേശമാണ്, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന് മേൽ ഇസ്രായേലും അമേരിക്കയും കടന്നാക്രമണം നടത്തുന്നു എന്ന വാദമൊക്കെ ഉയർത്തിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാട് അത് പ്രകോപനപരമാണ്. ഇങ്ങനെ ഒരു സമാധാന കരാർ നിലനിൽക്കുമ്പോൾ 60 ദിവസത്തെ ചർച്ചയ്ക്ക് സമയം വെച്ചിരിക്കുമ്പോൾ അതിനൊന്നും തന്നെ തയ്യാറാകാതെ ആക്രമണത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് ഇറാൻ മാറുന്നു. എണ്ണക്കപ്പലുകൾ 2 കപ്പലുകളെ ആക്രമിക്കുന്ന സാഹചര്യം, അമേരിക്ക അവിടേക്ക് തിരിച്ചടിക്കുന്നു. തുടർന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ബഹ്റൈനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ വീണ്ടും ഇടപെടുന്നുണ്ട്. സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ചർച്ചകൾ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ എത്ര കണ്ട് ഫലവത്താകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ അടുത്ത വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സന്ദർശനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി ഈ വർഷം അവസാനം താൻ ഇന്ത്യയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ആഗോളതലത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വളർച്ചയെയും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പുകഴ്ത്തി. വൈറ്റ് ഹൗസിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു റൂബിയോയുടെ പരാമർശങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ വലിയൊരു ആരാധകനാണ് താനെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കി. US പ്രസിഡന്റ് ട്രംപും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഈ അടുപ്പം നയതന്ത്ര രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും റൂബിയോ പറഞ്ഞു. സാമ്പത്തികം, വിതരണ ശൃംഖലകൾ, ഊർജ്ജം, സുരക്ഷ, സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാനിരിക്കുകയാണെന്നും റൂബിയോ ചൂണ്ടിക്കാട്ടി. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ സഹോദരൻ ഷാഹിദ് അക്തറിന്റെ സംസ്കാര ചടങ്ങിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലഷ്കർ നേതാവ് ഹാഫിസ് സയ്യിദിന്റെ അനുയായികളും പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് നേതാക്കളുമാണ് ചടങ്ങിനെത്തിയത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഇത് ചെറിയ കാര്യമല്ല. പാകിസ്ഥാൻ ഇതിനകം തന്നെ ഭീകരരെ പാലൂട്ടി വളർത്തുന്ന രാജ്യമാണെന്നുള്ള നമ്മുടെ ആരോപണമുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ പരസ്യമായി വിവാഹ ചടങ്ങിലടക്കം വിലസുകയാണ് ഭീകരർ അവിടെ. രഞ്ജിത്ത്, ഇത് വളരെ ഗുരുതരമായി തന്നെ രാജ്യം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഷോയിബ് അക്തർ അവിടെ അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് താരമാണ്. നമുക്കെല്ലാം അറിയാം, 2011 റിട്ടയർ ചെയ്യുന്നവരെ വളരെ ശ്രദ്ധേയനായ കായിക താരമായിരുന്നു. അയാളുടെ സഹോദരനാണ് ഈ ഷാഹിദ് അക്തർ, മൂത്ത സഹോദരനാണ്. ഈ മൂത്ത സഹോദരൻ ഒരു ഹൃദയാഘാതം മൂലമാണ് ജൂൺ 24 മരിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങിലേക്കാണ് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനയിലെ പ്രമുഖരെല്ലാം ചേർന്ന് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ ലഷ്കർ ഇ തൈബയുടെ ഒരു രാഷ്ട്രീയ സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സംഘടന അവിടെ മർക്കസി മുസ്ലിം ലീഗ് എന്ന പേരിലും അതുപോലെ തന്നെ മറ്റു പല പേരുകളിലും അവിടെ പ്രവർത്തിക്കുന്നു. ഈ സംഘടനകളുടെ നേതൃരംഗത്തുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നത്. സൈഫുള്ള കസൂരി എന്നത് ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഒരു കടുത്ത അനുയായിയാണ്. ഇയാൾ അവിടെ ഇതിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല ഈ PMML അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇമാമുർ റഹ്മാൻ എന്ന മറ്റൊരു നേതാവ് കൂടി, അതിൻ്റെ പ്രസിഡൻ്റായ ഇമാമുർ കൂടി PMML പ്രസിഡൻ്റാണ്. അദ്ദേഹം കൂടി ഈ ചടങ്ങിന് പങ്കെടുത്തിരിക്കുന്നു. അതുകൂടാതെ മറ്റ് പല ആളുകളും ഈ നിരോധിത സംഘടന അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം തീവ്രവാദ സംഘടന എന്ന തരത്തിൽ മുദ്ര കുത്തിയിട്ടുള്ള ലഷ്കർ ഇ തൈബയുടെയും അതുപോലെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ലഷ്കർ ഇ തൈബയുടെയും പ്രതിനിധികൾ അവിടെ പലരും പങ്കെടുത്തു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അതിൽ ഈ അബ്ദുള്ള തൂർ എന്നത് ഇതേപോലെ പാർട്ടിയുടെ മറ്റൊരു നേതാവാണ്. ഹാഫിസ് ഉമർ എന്നത് PMMLൻ്റെ സോണൽ ജനറൽ സെക്രട്ടറിയാണ്. അജ്മത് ഭട്ടി അത് ഖിദാമത്ത് കമ്മിറ്റിയുടെ ഒരു നേതാവാണ്, ചെയർമാനാണ്. ഇവരെല്ലാമാണ് ഈ ചടങ്ങിനെത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവപരമായ കാര്യം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഹാഫിസ് സയ്യിദ് നമുക്കറിയാം, 2008 ഭീകരാക്രമണത്തിൽ, മുംബൈ ആക്രമണത്തിലൊക്കെ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ആളാണ്. മാത്രവുമല്ല ഇതിൽ പങ്കെടുത്ത ചില ആളുകളെ പറ്റിയും രാജ്യത്തിന് വളരെ സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പെഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെടെ അതിൻ്റെ സൂത്രധാരരായി ഇരുന്നിട്ടുള്ള ആളാണ് ഈ ഹാഫിസ് സയ്യിദ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത് രാജ്യത്തിന് വലിയ ഒരു
ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാകട്ടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ ഭയങ്കരമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യയെ കരയിലും കടലിലുമൊക്കെ ആക്രമിക്കും എന്നൊക്കെയുള്ള ചില വീരവാദങ്ങളും ഭീഷണികളുമൊക്കെ അവിടെ പാകിസ്ഥാനിലിരുന്ന് നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ശരി മനു. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതിയുടെ മരണം ഭർതൃപീഡനം മൂലമെന്ന് പരാതി. 27-കാരി ആരതിയാണ് മരിച്ചത്. ശരീരമാകെ മർദ്ദനമേറ്റ അടയാളമുണ്ട്. ശാരീരിക പീഡനത്തിന്റെ തെളിവായി ആരതി അയച്ച ഫോട്ടോകൾ ന്യൂസ് 18 കിട്ടി. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. മറ്റൊരാൾ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്നാണ് വിശദീകരണം. അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര CI എറണാകുളം സെൻട്രൽ ACPക്ക് റിപ്പോർട്ട് നൽകി. BJP കൗൺസിലർ സുഗതൻ സത്യപ്രതിജ്ഞ വിവാദത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDFന്റെ നാടകീയ നീക്കം. ഏറെ കടമ്പകൾ കടന്നാൽ മാത്രമേ ഇങ്ങനെയൊരു സാധ്യതയുള്ളൂവെങ്കിലും തിങ്കളാഴ്ചത്തെ കൗൺസിലിൽ അവിശ്വാസം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. 101 അംഗങ്ങളുള്ള കൗൺസിലിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ 34 പേരുടെ പിന്തുണ വേണം. LDF പിന്തുണയ്ക്കാതെ ഇത് കഴിയില്ലെന്നാണ് കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി. സുഗതൻ സത്യപ്രതിജ്ഞ നടത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് BJP. 4 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്ത BJPയെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചരിത്രത്തിൽ ആദ്യമായി നാടകീയമായ ഒരു ഒന്നിപ്പിക്കലിന് വേണ്ടിയുള്ള നീക്കം LDFന്റെയും UDFന്റെയും കൗൺസിലർമാർ ഒരുമിച്ച് രഹസ്യമായി അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ നീക്കം ഫലം കണ്ടേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. CPM സംസ്ഥാന സമിതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കോർപ്പറേഷനിലെ LDF അംഗങ്ങൾ. സംസ്ഥാന സമിതിയുടെ അനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ വരുന്ന തിങ്കളാഴ്ച UDF സമർപ്പിക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് LDF കടക്കും. അങ്ങനെയൊരു നീക്കം ഫലം കാണാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഒരേപോലെ UDF കൗൺസിലർമാരും LDF കൗൺസിലർമാരും നിലവിൽ ആവർത്തിക്കുകയാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 50 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJPക്ക് നിലവിൽ സുഗതൻ പുറത്തു നിൽക്കുന്ന സാഹചര്യം എത്തിയതോടെ അത് 49 കുറഞ്ഞിരിക്കുകയാണ്. കാപ്പ ഉപദേശക സമിതിയുടെ സഹായം തേടിക്കൊണ്ട്, അതല്ല എങ്കിൽ അവിടെ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് സുഗതനെ ഏതു വിധേനയും പുനഃസത്യപ്രതിജ്ഞ നടത്തിക്കാനുള്ള നീക്കം വേഗത്തിലാക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. പക്ഷേ അതിനൊരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന തിങ്കളാഴ്ച UDF സമർപ്പിക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം സുഗതന് ഇവിടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് BJPക്ക് മുമ്പിൽ തീർക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. പക്ഷേ ഒരു സാങ്കേതികത്വമാണ് ബാക്കി നിൽക്കുന്നത്. UDFന് 20 അംഗങ്ങൾ മാത്രമാണ് കൗൺസിലിൽ ഉള്ളത്. പക്ഷേ 34 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയുകയുള്ളൂ. അതായത് 14 LDF കൗൺസിലർമാരുടെ പിന്തുണ ഉറപ്പാക്കേണ്ടി വരും. അതിന് CPMന്റെ സംസ്ഥാന സമിതി അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെയൊരു കീഴ്വഴക്കം തുടങ്ങിയാൽ BJP അതിനെ സംസ്ഥാന തലത്തിൽ ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നു, BJPക്കെതിരെ എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കമിടും. അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് LDF നേതൃത്വം കടക്കുകയുള്ളൂ. പക്ഷേ UDF ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. LDFനും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സമീപനത്തോട് യോജിപ്പായിരുന്നു. ആദ്യം ഇരുവരും ഒന്നിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ചില രഹസ്യമായ ചർച്ചകൾ അനൗദ്യോഗികമായി നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരുമിച്ചൊരു അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തിയാൽ അത് BJPക്ക് ഒരു രാഷ്ട്രീയ ആയുധം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതിന് തുല്യമാകും. അത് വേണ്ട എന്ന നിലപാടിൽ UDF തനിയെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. വരുന്ന തിങ്കളാഴ്ച SITയുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയത്. 8 മണിക്കൂറിലേറെ നീളുന്ന ചോദ്യം ചെയ്യലാണ് ADGP H വെങ്കിടേഷിൻ്റെ മേൽനോട്ടത്തിൽ നടന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ ADGP വെങ്കിടേഷിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ അവസാനവട്ട വിവരങ്ങൾ, അതായത് അവ്യക്തതകൾ പൂർണ്ണമായി നീക്കിക്കൊണ്ട്
2025 ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ദുരൂഹതകൾ, അസ്വാഭാവികതകൾ, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ 8 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കിയതായാണ് വിവരം. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള ഭാഗങ്ങളിൽ കൃത്യത വരുത്തുക എന്നത് SITക്ക് മുമ്പിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പ് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി വീണ്ടും SIT ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതീവ രഹസ്യാത്മകമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഏത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് SITയോട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട്. എന്തായാലും കോടതിയിൽ തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP. മുഖ്യമന്ത്രി കത്ത് നൽകി യുവതീ പ്രവേശന സമയത്തെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇടവേള. ലൈവ് അറ്റ് 6 തുടരുന്നു. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിനാണ് 1ാം റാങ്ക്. 2ാം റാങ്ക് കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് നേടി. തൃശൂർ സ്വദേശി വിസ്മയ KR 3ാം റാങ്കും നേടി. ആദ്യഘട്ട അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കും. കാറ്റഗറി ലിസ്റ്റ് 29 പ്രസിദ്ധീകരിക്കും. എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് 79,717 പേർ യോഗ്യത നേടി. ഫാർമസി പരീക്ഷയിൽ 26,943 വിദ്യാർത്ഥികളും യോഗ്യത നേടിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ അറിയിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് 600-ൽ 586.1408 മാർക്കോട് കൂടി 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് റോഷൻ രാജു എന്ന വിദ്യാർത്ഥിക്കാണ്. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ തന്നെ പെട്ടയാളാണ്. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ഫലം പ്രഖ്യാപിച്ചത്. കീം പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സന്തോഷത്തിലാണ് അങ്കമാലി അമലാപുരം സ്വദേശി റോഷൻ രാജുവും കുടുംബവും. ആദ്യ 5 റാങ്കുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി റോഷൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ റോഷന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. ഇത്തവണത്തെ എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് സ്വന്തമാക്കിയ റോഷൻ രാജാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. റോഷൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരുപാട് ദിവസത്തെ, ഒരുപാട് നാളുകളിലത്തെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ 2 വർഷം ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ +1ഉം +2ൻ്റെ ഒപ്പം തന്നെയായിരുന്നു എൻട്രൻസിന് വേണ്ടി പഠിച്ചത്. അപ്പോൾ ഈ 2 വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. മാന്നാനത്ത് KE സ്കൂളിലായിരുന്നു. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കോച്ചിങ് കൂടിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞങ്ങളുടെ സ്വന്തം നാടിൻ്റെ മന്ത്രിയായ റോജി M. ജോണിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. 1ാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു? റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ 1ാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ കീമിൻ്റെ പെർസെൻറ്റേജ് വന്നപ്പോൾ എനിക്ക് 100% അപ്പോൾ 100% ഒരു 6-7 പേരുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് 5-നകത്തൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ്? എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കെമിസ്ട്രിയാണ്. വായിച്ചു പഠിക്കാനുള്ളൊക്കെ ഉള്ളൂ. അത് കാരണം കെമിസ്ട്രി ഇച്ചിരി എളുപ്പമായിട്ട് തോന്നി. അപ്പം ഇനിയുള്ള ഇപ്പം IIT-യിൽ ജോയിൻ ചെയ്തല്ലേ, ചെന്നൈയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് ഇനിയിപ്പോൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ആളാണോ? എനിക്ക് അങ്ങനെ ഒരു ദിവസത്തിനപ്പുറത്തേക്കുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. എനിക്ക് IIT-യിൽ ചെന്നിട്ട് അവിടെ ഉള്ള എല്ലാ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്ത് കമ്പനിയിൽ ജോയിൻ ചെയ്യണോ, സ്വന്തം കമ്പനി തുടങ്ങണോ എന്നൊക്കെ ആലോചിച്ച് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് ഒക്കെ ജീവിതം സെറ്റാക്കാൻ ആലോചിച്ചു. അപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റോഷന് പിന്നാലെ പാത പിന്തുടർന്ന് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും റോഷൻ കൊടുക്കുന്നത്? ടിപ്പ് ഞാൻ പല ചാനലുകളിലും പറഞ്ഞൊക്കെ തന്നെ പറയാനുള്ള, എനിക്ക് ഏറ്റവും എന്നെ ഈ 2 വർഷത്തെ പഠന ജേണിയിൽ ഏറ്റവും സഹായിച്ചത് ഈ ഒരു എന്താ പറയുക, പഠനം എനിക്കിഷ്ടമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്ന സബ്ജക്ട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എസ്പെഷ്യലി ഫിസിക്സൊക്കെ ആണെങ്കിൽ ഭയങ്കര റിയൽ വേൾഡായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ചെറുപ്പം തൊട്ടും പഠനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എഫേർട്ടിനൊക്കെ കൂടുതൽ എന്താ പറയുക എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പഠിത്തമല്ലാതെ മറ്റെന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തത്?
ഇഷ്ടപ്പെട്ട് ഞാൻ ചെറുപ്പം തൊട്ട് ചെസ്സ് കളിക്കുമായിരുന്നു. പിന്നെ +1 എത്തിയപ്പോൾ ഞാൻ നിർത്തി, അത് പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു കുറച്ച് നാൾ. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ബാഡ്മിൻ്റൺ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുട്ബോളും കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ഫുട്ബോൾ കളി കാണാറൊക്കെ ഉണ്ട്. എങ്ങനെയാണ് റോഷൻ്റെ പഠിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്? ഈ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്ന, ഏതെങ്കിലും ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന, അങ്ങനെ ഏത് വിധത്തിലാണ് റോഷൻ പഠിച്ചെടുക്കുന്നത്? എല്ലാവരും ടൈം ടേബിളൊക്കെ വെക്കണമെന്ന് പറയും, പക്ഷേ ഞാൻ ടൈം ടേബിളൊന്നും വെച്ചിട്ട് എനിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പഠിക്കും. എനിക്ക് ചില ദിവസം പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് പഠിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല ഫോക്കസ് ഇരിക്കുന്ന സമയത്ത് പാടുള്ള സാധനങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ടൈം ടേബിളൊന്നുമില്ല, തോന്നുന്ന അങ്ങനെ പോകും. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു 1 മണി 12 മണിയൊക്കെ വരെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സിസ്റ്റമാറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്നാലും ഭയങ്കര സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും റോഷൻ്റെ അച്ഛനും അമ്മയും ഒപ്പം നിൽക്കുന്നുണ്ട്. അവർ തന്നെയാണ് റോഷൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും. എങ്ങനെ തോന്നുന്നു അമ്മ ഈ ഒരു നിമിഷം? വളരെ സന്തോഷമുണ്ട്. ഇവൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2 വർഷക്കാലം അവൻ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുമെന്ന്? എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അവൻ്റെ ഒരു വർക്ക് അതുപോലെ ആയിരുന്നു. അപ്പോൾ അവന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛാ, ഈ ചെറിയൊരു നാട്ടിൽ നിന്നും ഇത്രയും വലിയ ഒരു പ്രശസ്തി മകനിലൂടെ എത്തുമ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞങ്ങൾക്ക് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ മക്കളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ്. ഇനിയും അവൻ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അവൻ ശരിക്കും എൻജോയ് ചെയ്ത് പഠിക്കുകയായിരുന്നു വളരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സ്ട്രെസ്സ് അവന് വന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 2 വർഷക്കാലം ഒരുപാട് ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ മോനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഇപ്പോഴും അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. മകൻ ഇതിന് പഠിക്കൂ എന്നുള്ളൊരു പ്രഷർ കൊടുക്കാറുണ്ട്. സാധാരണ എല്ലാ മാതാപിതാക്കളും അങ്ങനെ കൊടുക്കുന്നതാണ്. സത്യത്തിൽ ഞാൻ പ്രഷർ കൊടുക്കാറുണ്ട്. അവൻ ഇവിടെ വന്നാൽ അധികം പഠിക്കാറില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പരാതി പറയും, ഇവനധികം പഠിക്കുന്നില്ലോ എന്ന്. അപ്പോൾ അവർ ചിരിക്കാറാണ് സാധാരണ പതിവ്. അവൻ പഠിച്ചോളും, കാരണം അവൻ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവൻ പഠിക്കാതെ മിക്കവാറും കുട്ടികൾ, ഇവന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പരീക്ഷയുടെ തലേദിവസം പോലും, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ തലേദിവസം പോലും അവൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്നുള്ളത്. ആ ഒരു രീതിയിൽ ഞങ്ങൾ ഇടയ്ക്ക് സ്ട്രെസ് കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും അവൻ വളരെ എൻജോയ് ചെയ്ത് പഠിച്ചു. അവൻ്റെ ആ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് അവന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലം 10ാം ക്ലാസ് വരെ അവൻ സെൻറ്റ് പാട്രിക്സ് അക്കാഡമിയിൽ പഠിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. അതിനുശേഷം KE മാന്നാനം സ്കൂള്, അവിടെ +1 +2 പഠനത്തോടൊപ്പമാണ് ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ +1-നോടൊപ്പം തന്നെ അവന് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പാതയിൽ, ഈ യാത്രയിൽ ഞങ്ങളെ കൂടെ സഹായിച്ച എല്ലാ അധ്യാപകരെയും ഞങ്ങളുടെ എല്ലാ ഗുരുനാഥന്മാരെയും ഒക്കെ സ്നേഹത്തോടു കൂടി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി ഈ അവസരത്തിൽ പറയുന്നു. എന്തായാലും റോഷൻ്റെ അച്ഛനും അമ്മയുമാണ് പ്രതികരിച്ചത്. സഹോദരൻ ഉണ്ട്. ചേട്ടൻ ഇത്രയും മാർക്ക് മേടിക്കുമ്പോൾ സ്വാഭാവികമല്ല, അനിയനിലും ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എങ്ങനെയാണ്? അതൊരു സമ്മർദ്ദമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, എനിക്കും നല്ല മോട്ടിവേഷനാണ് അങ്ങനെ ചേട്ടന് കിട്ടിയപ്പോൾ. എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. എങ്ങനെയാണ് ചേട്ടൻ്റെ പഠനമൊക്കെ നോക്കി കാണാറുണ്ടോ? പഠിക്കുന്ന രീതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അവൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്താണ് പഠിക്കാറ്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അവന്. അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കാറുണ്ട് അല്ലേ? ഞാനും അതുപോലെ തന്നെ ചെയ്യാനാണ് നോക്കാറ്. അടികൂടാറുണ്ടോ? അങ്ങനെ നല്ലതും കൂടാറില്ല. നല്ല സഹോദരങ്ങളാണല്ലേ? എന്തായാലും റോഷന്റെ കുടുംബമാണ് പ്രതികരിച്ചത്. ഒപ്പം റോഷന് വലിയ സന്തോഷത്തിലാണ് ആ കുടുംബം ഒന്നാകെ. ഇനി തുടർന്നുള്ള ഭാവി യാത്രയിലേക്ക് റോഷൻ ആ യാത്ര കൂടി റോഷൻ തുടങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വെനസ്വേലയിൽ വീണ്ടും ഭൂചലനം. തലസ്ഥാനമായ കാരക്കാസ്, മാറക്കെ എന്നിവിടങ്ങളിലാണ് വിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വെനസ്വേലയെ നടുക്കിയ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓട് അടുത്തു. ഇതിനുശേഷം 30-ലധികം ചെറു തുടർചലനങ്ങൾ ഉണ്ടായത് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തി. രാജ്യത്തെ 6.76 മില്യൺ ആളുകളെ ദുരന്തം ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതിൽ 2 മില്യൺ കാരക്കാസിലാണ്. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം $6.7 ബില്യൺ നഷ്ടം വെനസ്വേല നേരിടുന്നുണ്ട്.
ആളുകൾ ഉറ്റവരെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരയുന്നുണ്ട്. വെനസ്വേലയെ വേരെടുക്കാൻ ലോകരാജ്യങ്ങൾ സഹായം നൽകുന്നുണ്ട്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ ഇന്ത്യ അടിയന്തര സഹായം എത്തിച്ചു നൽകി. രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന 41 അംഗ സംഘത്തെയാണ് ഇന്ത്യ അയച്ചത്. നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ചെന്നൈയിലാണ് അന്ത്യം. തിരക്കഥകളുടെ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരിക്കുന്നത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിൽ കുടുംബ ചിത്രങ്ങളും ഹാസ്യവും സമന്വയിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി.